ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി ആൻഡ് CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. അമേരിക്കയിൽ ഇന്നലെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റിൽ വലിയ സെൽ ഓഫ് ആണ് കണ്ടത്. ഡൗ ജോൺസ് ഇൻഡെക്സ് 524.63 പോയിന്റ് വീക്കായിട്ടും, അതുപോലെ തന്നെ S&P 500 68.67 പോയിന്റ് വീക്കായിട്ടും, നാസ്ഡാക്ക് 286.95 പോയിന്റ് വീക്കായിട്ടും, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് റസൽ 2000 83.41 പോയിന്റ് വീക്കായിട്ടാണ് അമേരിക്കയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജനുവരി മാസത്തെ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നത് 3.1% ഇയർ ടു ഇയർ കമ്പയർ ചെയ്യുമ്പോൾ. എക്സ്പെക്റ്റ് ചെയ്ത് 2.9% ആയിരുന്നു. അതുപോലെ തന്നെ മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിൽ 0.3% ആയിരുന്നു വന്നത്. അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 0.2% ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ഹയർ ലെവലിലുള്ള ഡാറ്റയാണ് വന്നത്. അതുകൊണ്ട് തന്നെ US ഫെഡറൽ റിസർവ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്തില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് S&P 500 വിക്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ജമ്പ് ചെയ്തിരിക്കുകയാണ്. 15.85 ജമ്പ് ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാന്നത് 13.93 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് വീണ്ടും ഒരു വൊളാറ്റിലിറ്റീനെ തന്നെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ. ഒപ്പം ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ചൈന, ഹോങ്കോങ്, തൈവാൻ, വിയറ്റ്നാം ഒക്കെ ഹോളിഡേ ആയിരുന്നു. ജാപ്പനീസ് മാർക്കറ്റ് പുതിയ 34 ഇയർ ഹൈ ഇന്നലെ ഹിറ്റ് ചെയ്തിരുന്നു. 38,010 ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് താഴെ ക്ലോസ് ചെയ്തത്. ഇന്ന് ജാപ്പനീസ് മാർക്കറ്റും നിയർലി 1% താഴെയാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നതിന് ശേഷം ഗോൾഡും താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ $207.2 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിൽ $204 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ മാത്രമാണ് ഇന്നലെ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. $82.77 പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഇന്നലെ വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിലും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹോങ്കോങ് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചൈനയും അതുപോലെ തന്നെ തൈവാനാണ് ഹോളിഡേ ആയിട്ടുള്ളത്, ലൂണാർ ഹോളിഡേ. ഈ ആഴ്ച മുഴുവൻ ചൈന ക്ലോസ്ഡ് ആണ്. ഹോങ്കോങ് മൈനർ ലോസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റ് നിയർലി 1% താഴെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. US ഇമ്പാക്റ്റ് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചും അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് തന്നെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഫാർമേഴ്സ് സ്ട്രൈക്ക് വീണ്ടും വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി ഒരു പക്ഷേ 21,400 21,000 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മിക്സഡ് റിയാക്ഷനാണ്. ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഹിൻഡാൽകോ, ഐഷർ മോട്ടോഴ്സൊക്കെ ബെറ്റർ റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ BHEL ഡിസപ്പോയിൻറ്റഡ് ആണ്. അതുപോലെ തന്നെ മറ്റു പല കമ്പനികളുടെയും Q3 റിസൾട്ട് ബിലോ എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റേതായൊരു ഇമ്പാക്റ്റൊക്കെ അതാത് സ്റ്റോക്ക് പ്രൈസിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം അഡാനി ഗ്രൂപ്പ് കമ്പനികൾക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൽ വേറൊരു സുപ്രീം കോടതി പെറ്റീഷനും കൂടി വേറൊരു ഇൻഡിവിജ്വൽ ഫയൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം മൂഡീസ് അഡാനിയുടെ 4 കമ്പനികളുടെ റേറ്റിംഗ് കൂട്ടിയിരിക്കുകയാണ്, സ്റ്റേബിൾ ആക്കിയിരിക്കുകയാണ്. അഡാനി ഗ്രീന്, അഡാനി ട്രാൻസ്മിഷൻ, അഡാനി എനർജി സൊല്യൂഷൻസ്, അതുപോലെ തന്നെ അഡാനി എനർജി സൊല്യൂഷൻസിൻ്റെ അണ്ടറിലുള്ള വേറെ ഇലക്ട്രിസിറ്റി ലിസ്റ്റ് ചെയ്യാത്ത സബ്സിഡിയറികളുടെയും റേറ്റിംഗ് കൂട്ടിയിരിക്കുകയാണ്. ഒപ്പം അഡാനി ഗ്രൂപ്പ് വലിയ രീതിയിലുള്ള ലോൺ ഫെസിലിറ്റീസ് ആണ് അവൈൽ ചെയ്തിട്ടുള്ളത് ബാങ്കുകളിൽ നിന്നൊക്കെ ഫർദർ എക്സ്പാൻഷന് വേണ്ടി. ഒരു വൊളാറ്റിലിറ്റി നമുക്ക് അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളുടെ സ്റ്റോക്കുകളിൽ കാണാനുള്ള ചാൻസസ് കൂടുതലാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സിന് 2,269 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത രീതിയിൽ തന്നെ ബ്ലൂംബർഗ് അവരുടെ എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ ഇന്ത്യ ഗവൺമെൻറ് ബോണ്ടുകൾ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഡിസിഷൻ സെപ്റ്റംബർ ഒക്ടോബറിൽ എടുക്കുന്നതാണ് പറയുന്നത്. അവരുടെ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും $5 ബില്യൺ മുതൽ $10 ബില്യൺ വരെ ഇൻഫ്ലോ ഇമ്മീഡിയറ്റ്
ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യയിലേക്ക് വരാവുന്ന ഒരു ഡിസിഷനാണ്. മുമ്പ് JP മോർഗനും അവരുടെ ബോണ്ട് ഇൻഡെക്സിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം എടുത്തിരുന്നു. അത് ജൂലൈ ഓഗസ്റ്റ് മുതൽ ആ ഇൻഫ്ലോ വന്നു തുടങ്ങും. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഫാർമേഴ്സ് സ്ട്രൈക്ക് റിലേറ്റഡ് ന്യൂസുകൾ, അതുപോലെ തന്നെ ഗ്ലോബൽ ന്യൂസുകളെല്ലാം തന്നെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസുകളാണ്. കറണ്ട് ലെവലിൽ ഇൻവെസ്റ്റേഴ്സിന് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് ഒന്ന് കോഷൻ വേണം മാർക്കറ്റിൽ. വലിയ രീതിയിലുള്ള ബൈയിങ് ഇപ്പം നടത്തേണ്ട. മാർക്കറ്റ് ഒരു പക്ഷേ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടാക്കാം. അതുകൊണ്ട് തന്നെ പല സ്റ്റോക്കുകളും താഴെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. നിഫ്റ്റി ലെവൽ 21,400 21,000 ഈ ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. ക്ലോസ്ലി വാച്ച് ചെയ്യുക ഫാർമേഴ്സ് സ്ട്രൈക്കും റിലേറ്റഡ് ന്യൂസുകളും, ഒപ്പം ഗ്ലോബൽ ഇവൻറ്റുകളെല്ലാം ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഒപ്പം ഓപ്പൺ ആയിട്ടുള്ള IPO ഉണ്ട്, വിബോർ സ്റ്റീൽ ട്യൂബ്സ് അപ്ലൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള റിട്ടേൺ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ ചാൻസ് ഉള്ളൊരു IPO ആണ്, മെയിൻ ബോർഡ് IPO ആണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഹയർ എക്സ്പോഷർ ഒന്നും തന്നെ ഇപ്പോഴത്തെ ലെവലിൽ സ്റ്റോക്കിൽ കൊണ്ടു നടക്കുന്നത് നന്നായിരിക്കില്ല. 2-3 ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം അത്തരത്തിലുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.